ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 kg വെയിറ്റ് വരുന്ന പിസ്താഷ്യോ കേക്കിൻ്റെ ഡെക്കറേറ്റിംഗ് വീഡിയോയുമായിട്ടാണ്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്ത് 3 പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല. എനിക്ക് പനി ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. 12 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്ത് നമുക്ക് മിൽക്ക് വെച്ചാണ് ഞാനിവിടെ സോക്ക് ചെയ്യുന്നത്. മിൽക്കിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് സോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമറിന് അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചായിരുന്നു വെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അതിനകത്തേക്ക് പിസ്താഷ്യോയുടെ കളർ മിക്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിസ്ത പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 ലെയറും സെറ്റ് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത് പിന്നെ അതിലേക്ക് ഫൈനൽ ക്രീം ആഡ് ചെയ്യുന്നത്. ഫൈനൽ ക്രീം എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു റെഫറൻസ് പിക്ക് തന്നിരുന്നു. അപ്പോൾ ആ സെയിം പിക്ക് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ സെക്കൻഡ് ലെയർ ഇതാണ്ട് ഫസ്റ്റ് ലെയർ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ചു. മിൽക്ക് വെച്ച് സോക്ക് ചെയ്തു. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിനകത്ത് പിസ്തയുടെ എസൻസ് ചേർത്ത് കളർ ചേർത്ത് ആ ഒരു ഗനാഷ് ഒഴിച്ചത്. അതെല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിസ്ത പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. അടുത്ത ലെയർ എടുത്ത് വെക്കാം. ഇതാണ് 3ാമത്തെ ലെയർ. ഇതാണ് ഫൈനൽ ലെയർ. അതിൽ നമുക്ക് മിൽക്കും കൂടി വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്ന കളർ ഒരു പീച്ച് കളറാണ്. പീച്ചിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്രീമിൽ പിങ്കും ഓറഞ്ചും കൂടിയാണ് ആഡ് ചെയ്തത്. പിങ്ക് കളറിനകത്തേക്ക് ഓറഞ്ച് ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കുമ്പോൾ നമുക്കൊരു പീച്ച് കളർ കിട്ടും. അപ്പം ലൈറ്റായിട്ട് മതിയെങ്കിൽ സെയിം റേഷ്യോയിൽ ചേർത്താൽ മതി. ഇല്ല കുറച്ചുകൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയേ. ഇപ്പം ഞാൻ ലൈറ്റായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ രണ്ടും സെയിം റേഷ്യോയിലാണ് ചേർത്തിരിക്കുന്നത്. ഓരോ ഡ്രോപ്പ് വെച്ചിട്ടേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ അത് കളർ ചേർത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലും കൂടി നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. റെഫറൻസ് പിക്ക് തന്നിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മുകളിൽ കുറച്ച് റോസറ്റ് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ കേക്കാണ്. എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഫിനിഷ് ചെയ്തു. ഇനി മുകളിൽ നമുക്ക് കുറച്ച് റോസറ്റയും കൂടി വരച്ചു കൊടുക്കാം. അതിന് ഞാൻ കളറ് ആ സെയിം കളർ തന്നെയാണ് എടുക്കുന്നത്. താഴെ ഒരു ബോർഡറായിട്ട് ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ആ സെയിം ക്രീമിൽ തന്നെയാണ്. അതിനുശേഷം മുകളിൽ റോസറ്റ് കൊടുക്കുന്നുണ്ട്. 1.5 വിട്ട് 2 കളറാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളർ നല്ല കുറച്ച് ഡാർക്ക് കളർ വേണം. അപ്പോൾ ഞാൻ ഫോറസ്റ്റ് ഗ്രീനാണ് ചേർത്തിരിക്കുന്നത്. നല്ല കളർ കിട്ടും. അപ്പോൾ അതും കൂടി ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് ഫോക്സ് ബോൾസും വെക്കുന്നുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ബോൾസും ഇടുന്നുണ്ട്. ഗോൾഡൻ ഷുഗർ ബോൾസാണ് ഇടുന്നത്. പിന്നെ 2-3 ഗ്രീൻ ബട്ടർഫ്ലൈയും കൂടി വെക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ മമ്മി എന്നും എഴുതി കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ കമൻസായിട്ട് അറിയിക്കുകയും വേണേ. സിമ്പിളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. Felt to the pressure of the outside. Come to me, let me help you. നമ്മുടെ കേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.